വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ധർമ്മ സമരത്തിൻ്റെ വിദ്യാർത്ഥികാലമെന്ന പ്രമേയത്തിൽ 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ചാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സിന്തറ്റിക് ഡ്രഗുകൾ, അതുപോലെ ലഹരി ഉപയോഗം, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, അസാൻമാർഗിക പ്രവണതകൾ, അക്രമ രാഷ്ട്രീയം, സ്ക്രീൻ അഡിക്ഷൻ വർദ്ധിച്ച തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ഒരു സമയത്ത്, അതുപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യാ പ്രവണതകൾ, ഇതിനൊക്കെ എതിരെയുള്ളൊരു പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഈ ഒരു മഹാവിദ്യാർത്ഥി സമ്മേളനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 2025 മെയ് 11 വൈകുന്നേരം 4 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുന്നത്. സൗദി അറേബ്യ എംബസി അറ്റാഷെ ഷെയ്ഖ് ബദർ നാസർ ബുജൈദി അൽ അനസിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മദനി അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്, ഇ ടി മുഹമ്മദ് ബഷീർ എം പി, നജീബ് കാന്തപുരം MLA, കനയ്യകുമാർ എന്നിവർ അതിഥികളായിക്കൊണ്ട് ഉദ്ഘാടന സമ്മേളനത്തിനുണ്ടാകും. അതുപോലെ രാത്രി 10 മണിവരെയാണ് സമ്മേളനം ഉണ്ടാവുക. സമ്മേളനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മെയ് 6 മുതൽ അഥവാ നാളെ മുതൽ 10-ാം തീയതി വരെ AR VR സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സിബിഷൻ സൊല്യൂഷൻ എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ സമ്മേളന നഗരിയോട് ചേർന്ന് തന്നെ നടക്കുന്നുണ്ട്. കുടുംബങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് വിദ്യാർത്ഥി തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കെതിരെയുള്ള ഒരു ഉത്ബോധനമാണ് സൊല്യൂഷൻ കൊണ്ട് ഒരു പരിഹാരമായിക്കൊണ്ട് നിർദ്ദേശിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം കേരളത്തിലുടനീളം വ്യത്യസ്തങ്ങളായ പദ്ധതികൾ, ക്യാമ്പസ് കോൺഫറൻസുകൾ, ജില്ലാ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ ഓരോ ശാഖകളിൽ, മണ്ഡലങ്ങളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നീ രൂപത്തിൽ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ബാലസമ്മേളനങ്ങൾ, വിവിധ സാഹിത്യ മത്സരങ്ങൾ, സെമിനാറുകൾ, അതുപോലെ തന്നെ ടേബിൾ ടോക്കുകൾ, ധർമ്മസമര സംഗമങ്ങൾ എന്നിങ്ങനെ കേരളത്തിൻ്റെ മുഴുവൻ അങ്ങാടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 1000-ലധികം അങ്ങാടികളിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 16, 17, 18 തീയതികളിൽ ധർമ്മസമര സംഗമങ്ങൾ എന്ന പേരിലൊരു ലഹരിക്കെതിരെ പോലെയുള്ള വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൊതുപരിപാടികളും നടന്നിട്ടുണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ മെയ് 11 രാവിലെ 9:30 മണിക്ക് ഒരു വൈജ്ഞാനിക സമ്മേളനത്തിൻ്റെ നഗരിയുടെ പരിസരത്തായിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.